സാധാരണക്കാരായ ഒരു സന്നദ്ധ പ്രവർത്തകൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷെരീഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ശ്രീ ഷെരീഫ്, താങ്കൾ ഇപ്പോൾ ഏത് ഭാഗത്താണുള്ളത്? എന്താണ് അവിടുത്തെ ഒരു സ്ഥിതിവിശേഷം? ഈ പാലം തകർന്നിരിക്കുന്ന ആ ഒരു പ്രദേശത്ത് തന്നെയാണ്. കാരണം വെച്ചാൽ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ആയിട്ടില്ല. നിലവില് ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കാരണം നമ്മൾ കാണുന്ന ചിത്രങ്ങളെക്കാട്ട് ഭയാനകമായ നേരിട്ടുള്ള കാഴ്ചകൾ. കാരണം പല ആളുകളും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഒരു 9 മണിയോട് കൂടിയാണ് ആളുകളെല്ലാം ഈ കുടുങ്ങിക്കിടക്കുന്നതും അതേപോലെ പല വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത, കാരണം ചുറ്റും മണ്ണും കല്ലും അടിഞ്ഞ് ഈ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പോലും അറിയാൻ അവർക്ക് പുറത്ത് കടക്കാനോ അല്ലെങ്കിൽ ഒന്ന് സഹായം എത്തിക്കുവാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് സന്നദ്ധ പ്രവർത്തകരായ ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവരെ എങ്ങനെ പുറത്തെത്തിക്കാന്നുള്ള ഒരു ചിന്തയേറ്റം നടക്കുമ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന NDRFന്റെ ആണെങ്കിലും അതേപോലെ സൈനിക സഹായമായാലും മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരായാലും അവരെല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം വീടുകളിൽ നിന്നും പുറത്തെത്തിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. ഏകദേശം നമ്മളൊരു രാത്രി 9 മണി വരെ ഈ ഒരു പ്രവർത്തനം തുടർന്നു. കുടുങ്ങി കിടക്കുന്ന എല്ലാവരെയും പുറത്തെത്തിച്ചു. പക്ഷേ മണ്ണിനടിയിൽ കിടക്കുന്ന കുറെ സഹോദരന്മാരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇന്ന് സജീവമായിട്ട് നടക്കുക. എന്തായാലും ഇപ്പോൾ ഒരു മഴ ഒഴിഞ്ഞൊരു സാഹചര്യമാണുള്ളത്. കാരണം കൃത്യമായിട്ട് നമ്മൾക്ക് തെരച്ചില് പ്രതിസന്ധി തീർത്തെന്ന് വെച്ചാൽ കുത്തിയൊഴുകുന്ന വെള്ളം തന്നെയാണ്. അപ്പൊ ഈ മഴവെള്ളപ്പാച്ചിലും അതേപോലെ ഈ ഉരുൾപൊട്ടിയ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒഴുക്കും ഈ രണ്ട് പ്രതിസന്ധികൾക്കിടയിലാണ് അവിടെ തെരച്ചിൽ പുരോഗമിച്ചത്. പക്ഷെ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ കുറവുണ്ട്. അത് ആശ്വാസത്തോടു കൂടി തന്നെയാണ് സന്നദ്ധ പ്രവർത്തകർ അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷെരീഫ്, ഇപ്പോഴും ചില ആളുകൾ അവിടെ ഈ റിസോർട്ടുകളിലോ മറ്റുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർ സുരക്ഷിതരാണെങ്കിൽ കൂടി അവർക്ക് അരികിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ നിലവിൽ സൈനികർ കഴിഞ്ഞ ദിവസം കവുങ്ങും മറ്റ് മരത്തടികളൊക്കെ വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പാലം, താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നു. ഈ പാലത്തിലൂടെ ഒരു എന്താ പറയാ, ഒരു രണ്ടാൾക്ക് കടന്നു പോകാനുള്ള വീതിയില്ല. ഒരാൾക്ക് ഇങ്ങനെ മുന്നിൽ നടന്ന് വരിവരിയായിട്ട് പോകാവുന്ന രീതിയിലാണ് ഈ പാലത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പാലത്തിലൂടെയാണ് ആളുകളെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവഴി കടന്ന് ശരിക്കും പറഞ്ഞാൽ ഷട്ടിലടിക്കുന്ന രീതിയിൽ വാഹനങ്ങളിൽ ആളുകളെ എത്തിക്കുകയും അതേപോലെ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട്, കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഫാമിലിനെ പുറത്തെത്തിച്ച സമയത്ത് അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഒരു തുള്ളി വെള്ളം പോലും, കാരണം ഉണ്ടായിരുന്ന ടാങ്കിലെ വെള്ളം തീരുന്ന ഒരു സാഹചര്യം, അതേപോലെ വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ട, നിലവിൽ അവിടെയുള്ള പ്രതിസന്ധി വെച്ചാല് നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ട്, വിളിച്ചാൽ പെട്ടെന്ന് കിട്ടാത്തൊരു സാഹചര്യം. അങ്ങനെ ഈ ഒരു പ്രതിസന്ധികൾക്കിടയിലാണ് ഇവരെ എന്ത് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ പുറത്തെത്തിക്കുന്നുള്ള ഒരു ആശങ്ക അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രതിസന്ധി. ശരി ഷെരീഫ്, എന്തായാലും അവരെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിൽ തന്നെ നടക്കട്ടെ. നമുക്ക് എന്തായാലും